എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ പരാജയം പൂർണ്ണമായപ്പോൾ മൈതാനമധ്യത്തിൽ തലകുനിച്ചു നിന്ന നായകൻ ഋഷഭ് പന്തിന്റെ മുഖത്ത് വല്ലാത്തൊരു നിരാശയും ആത്മനിന്ദയും തളം കെട്ടി നിന്നിരുന്നു. IPL 2026-ലെ 23-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഏറ്റുവാങ്ങിയ ഈ നാണം കെട്ട തോൽവിയോടെ ലക്നൌ ടീം ടൂർണമെന്റിലെ ഏറ്റവും നിർണായകവും ദുഷ്കരവുമായ ഒരു വഴിത്തിരിവിലാണ് എത്തിനിൽക്കുന്നത്. കേവലം 147 റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം പ്രതിരോധിക്കാനിറങ്ങിയ ലക്നൌവിന്റെ ബൌളിംഗും ഫീൽഡിംഗും തികച്ചും ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. ഈ അവസരം മുതലെടുത്ത് RCB ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കുകയാണ് ചെയ്തത്. മത്സരം അവസാനിച്ചതിനുശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി എത്തിയ നായകൻ ഋഷഭ് പന്തിന്റെ മുഖത്ത് പരാജയത്തിന്റെ കയ്പും സ്വന്തം ടീമിന്റെ പ്രകടനത്തോടുള്ള അടക്കാനാവാത്ത കോപവും വ്യക്തമായിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ തന്റെ ടീമിലെ ഒരു കളിക്കാരനെയും വെറുതെ വിടാൻ അദ്ദേഹം ഇന്ന് തയ്യാറായിരുന്നില്ല. ബംഗളൂരുവിന്റെ മണ്ണിൽ ലക്നൌവിനെ മുട്ടുകുത്തിച്ച അടിസ്ഥാന പോരായ്മകളുടെ ഒരു വലിയ കുറ്റപത്രം തന്നെ അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ബാറ്റർമാരുടെ മോശം സാങ്കേതിക തികവിനെയും ബൌളർമാരുടെ ദിശാബോധമില്ലാത്ത പന്തെറിയലിനെയും നിശിതമായി വിമർശിച്ച അദ്ദേഹം ടീമിലെ സീനിയർ താരങ്ങളുടെ ദയനീയ പ്രകടനത്തിനെതിരെ ഡ്രസ്സിംഗ് റൂമിൽ പോലും ഭൂകമ്പം സൃഷ്ടിക്കാൻ പോന്ന ഒരു സ്ഫോടനാത്മക പ്രസ്താവനയാണ് നടത്തിയത്. മൈക്രോഫോൺ കയ്യിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തീക്ഷ്ണതയും ഭാവങ്ങളും ടീമിന്റെ ഈ തകർച്ച അദ്ദേഹത്തെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് വിളിച്ചോതുന്നതായിരുന്നു. വളരെ ഗൗരവമേറിയതും ഭാരമേറിയതുമായ സ്വരത്തിൽ പന്ത് പറഞ്ഞു തുടങ്ങി. യാതൊരു മറയുമില്ലാതെ തികഞ്ഞ സത്യസന്ധതയോടെ പറയുകയാണെങ്കിൽ, ഒരു നായകൻ എന്ന നിലയിൽ ഈ വേദിയിൽ നിന്ന് എന്റെ ടീമിന്റെ ഈ ശരാശരി പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് അതിയായ ദുഃഖവും ലജ്ജയും തോന്നുന്നു. ചിന്നസ്വാമിയിലെ ചെറിയ ബൗണ്ടറികളും ബാറ്റിംഗിനെ അനുകൂലിക്കുന്ന പിച്ചും കണക്കിലെടുക്കുമ്പോൾ 146 റൺസ് ഒരിക്കലും ഒരു മികച്ച സ്കോർ ആയിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അതല്ല. ആ ചെറിയ സ്കോർ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ പരിതാപകരമായ പരിശ്രമങ്ങൾ ഏതൊരു പ്രൊഫഷണൽ T20 ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയാനകമായ ദുസ്വപ്നം പോലെയാണ്. ബാറ്റിംഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. ഞങ്ങളുടെ ബാറ്റിംഗ് പൂർണ്ണമായും പരാജയപ്പെട്ടു. ക്രീസിൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു ബാറ്റർക്കും വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ക്രീസിൽ ഉറച്ചുനിന്ന് മത്സരത്തിന്റെ ഗതി മാറ്റാനോ ധൈര്യം കാണിക്കുന്ന ഒരൊറ്റ കളിക്കാരൻ പോലും മധ്യനിരയിൽ ഉണ്ടായിരുന്നില്ല. IPL പോലെയുള്ള ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ ടൂർണമെന്റിൽ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരവും ലക്ഷ്യമില്ലാത്തതുമായ ബാറ്റിംഗുമായി അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. പവർ പ്ലേയിലെ നിർണായക ഓവറുകളിൽ തന്നെ പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ടീം പൂർണ്ണമായും പരിഭ്രാന്തിയിലായി. അവിടെ നിന്നുള്ള ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്ക് അസാധ്യമായിരുന്നു. ബാറ്റിംഗിന്റെ അവസ്ഥ ഇതേപടി തുടരുകയാണെങ്കിൽ ഈ ടൂർണമെന്റിൽ ഒരു ശരാശരി ടീമിനെ പോലും വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പന്തിന്റെ വിറയാർന്ന എന്നാൽ കർശനമായ ശബ്ദത്തിലെ രോഷം മുൻനിര ബാറ്റർമാരുടെ ഈ കീഴടങ്ങൽ അദ്ദേഹത്തെ എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നതിന്റെ നേർചിത്രമായിരുന്നു. വിമർശനങ്ങൾ ബാറ്റിംഗിൽ മാത്രം ഒതുങ്ങിയില്ല. ടീമിന്റെ സ്ഥിരതയില്ലായ്മയ്ക്കും പ്രത്യേകിച്ച് സീനിയർ താരങ്ങളുടെ നിസ്സംഗമായ മനോഭാവത്തിനും നേരെ പന്ത് കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം തുറന്നടിച്ചു. ഈ IPL സീസൺ ഞങ്ങൾക്ക് വളരെ കഠിനവും കൈപ്പേറിയതുമായ ഒരു പാഠമാണ് നൽകുന്നത്. ഞങ്ങളുടെ പ്രകടനത്തിൽ യാതൊരു സ്ഥിരതയുമില്ല. ഒരു മത്സരത്തിൽ ഞങ്ങൾ ലോകോത്തര പ്രകടനം പുറത്തെടുക്കുമ്പോൾ അടുത്ത 2 മത്സരങ്ങളിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു. ഇത് ഞങ്ങൾക്ക് തന്നെ ഒരു പ്രഹേളികയായി മാറിയിരിക്കുന്നു. എന്റെ ഏറ്റവും വലിയ നിരാശ നമ്മുടെ പരിചയസമ്പന്നരായ സീനിയർ താരങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചാണ്. ടീം പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ തങ്ങളുടെ സൽപ്പേരിനൊത്ത് ഉയർന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ടീമിനെ കരകയറ്റേണ്ടത് സീനിയർ താരങ്ങളുടെ ധാർമ്മികവും പ്രൊഫഷണലുമായ കടമയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ സീസണിൽ അവരുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നിർണായക സംഭാവനയും ഉണ്ടായിട്ടില്ല. വാക്കുകൾ മൂർച്ച കൂട്ടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഴയ പേരോ പ്രശസ്തിയോ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലേയിങ് 11-ൽ തുടരാനാവില്ല എന്ന് കളിക്കാർ മനസ്സിലാക്കണം. ഓരോ ദിവസവും ഗ്രൗണ്ടിലിറങ്ങി സ്വയം തെളിയിക്കേണ്ടതുണ്ട്. ബാറ്റിംഗിന്റെ ഒപ്പം തന്നെ ഫീൽഡിംഗും വളരെ മോശമായിരുന്നു. ബൗണ്ടറികൾ തടയുന്നതിലുള്ള പരാജയവും നിർണായക ക്യാച്ചുകൾ കൈവിട്ടതും RCB ബാറ്റർമാരുടെ ജോലി എളുപ്പമാക്കി. ഇന്നത്തെ ഈ തോൽവി കേവലം ഒരു മത്സരത്തിന്റെ നഷ്ടം മാത്രമല്ല, ഞങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ വലിയൊരു പ്രഹരവും കൂടിയാണ്. പന്തിന്റെ ഈ വാക്കുകൾ ലക്നൌ ഡ്രസ്സിംഗ് റൂമിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ് നൽകുന്നത്. തോൽവിയുടെ കടുത്ത നിരാശയ്ക്കിടയിലും തന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൈവിടാതെ RCBയുടെ ഇതിഹാസ താരം വിരാട് കോഹ്ലിയെ വാനോളം പ്രശംസിക്കാൻ ഋഷഭ് പന്ത് മറന്നില്ല. ഒരു ഇംപാക്ട് പ്ലെയറായി മൈതാനത്തെത്തിയ കോഹ്ലി താൻ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അപകടകരായ ബാറ്റർ എന്ന് നേരിട്ട ആദ്യ പന്തിൽ തന്നെ തെളിയിച്ചു. കോഹ്ലി ക്രീസിലെത്തിയ നിമിഷം മുതൽ ലക്നൌ ബൌളർമാരെ കടന്നാക്രമിച്ച രീതി മത്സരത്തിന്റെ ഗതി തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ചു. വിരാട് കോഹ്ലിയുടെ ആ കൊടുങ്കാറ്റുപോലെയുള്ള ബാറ്റിംഗാണ് ഈ മത്സരം ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തതെന്ന് വലിയ മനസ്സോടെ ഞങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ. പന്ത് വികാരഭരിതനായി പറഞ്ഞു.
വിരാട് തന്റെ തനിതായ ശൈലിയിലും താളത്തിലും കളിക്കുമ്പോൾ അദ്ദേഹത്തെ ലോകത്തിലെ ഏത് മൈതാനത്തും തടയുക അസാധ്യമാണ്. ചിന്നസ്വാമിയിലെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ മൈതാനത്ത് ബാറ്റിംഗിന്റെ യഥാർത്ഥ കല എന്താണെന്ന് അദ്ദേഹം ഇന്ന് ലോകത്തിന് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം RCB നിരയിൽ വലിയൊരു ഊർജ്ജവും ആത്മവിശ്വാസവും നിറച്ചു. പവർ പ്ലേയിൽ കിട്ടിയ എല്ലാ അവസരങ്ങളും അദ്ദേഹം മുതലാക്കി. ഞങ്ങളുടെ കൃത്യമായ പന്തുകളിൽ പോലും അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചു. കോഹ്ലിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചതിനു പിന്നാലെ 3 വിക്കറ്റുകൾ വീഴ്ത്തി ലക്നൌ ബാറ്റിംഗിന്റെ നട്ടെല്ലൊടിച്ച RCBയുടെ പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബൌളർ ഭുവനേശ്വർ കുമാറിന്റെ പ്രകടനത്തെയും പന്ത് അഭിനന്ദിച്ചു. തുടക്കത്തിൽ തന്നെ പന്ത് സ്വിംഗ് ചെയ്യിച്ച് പ്രധാന ബാറ്റർമാരെ കൂടാരം കയറ്റിയ ഭുവിയുടെ പരിചയസമ്പത്ത് ഞങ്ങൾക്ക് തിരിച്ചുവരാൻ ഒരവസരവും നൽകിയില്ല എന്ന് പന്ത് സമ്മതിച്ചു. കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ ഭുവിയെപ്പോലെ പരിചയസമ്പന്നനായ ഒരു ബൌളർ മുന്നിലുണ്ടാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെയും ഞങ്ങൾ തെറ്റുകൾ വരുത്തി, പന്ത് പറഞ്ഞു നിർത്തി. ലക്നൌ ടീമിനുള്ളിലെ വലിയ അസംതൃപ്തിയാണ് ഋഷഭ് പന്തിന്റെ ഈ വാക്കുകളിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. RCB ഇന്ന് ശവപ്പറമ്പിലാക്കി മാറ്റിയത് ലക്നൌവിന്റെ ആത്മാഭിമാനത്തെയാണ്. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ലക്നൌവിന്റെ ഈ തുടർച്ചയായ തോൽവികൾക്ക് യഥാർത്ഥ ഉത്തരവാദിയാരാണ്? ഋഷഭ് പന്ത് സ്വന്തം ടീമിലെ സീനിയർ താരങ്ങളെ ഇങ്ങനെ പരസ്യമായി ചോദ്യം ചെയ്തത് ശരിയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ LSG ഫെയിലിയർ എന്ന് രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1,00,000 ലൈക്കുകളാണ്. കാരണം ഇത് ലക്നൌവിന്റെ തകർന്നടിഞ്ഞ അഭിമാനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ്. അതോടൊപ്പം ഇംപാക്ട് പ്ലെയറായി ഇറങ്ങിയ വിരാട് കോഹ്ലി ഈ സീസണിൽ RCBയുടെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറായി മാറുമോ? നിങ്ങളുടെ അഭിപ്രായം കിങ് കോഹ്ലി ഇംപാക്ട് എന്ന് കമന്റ് ചെയ്ത് പങ്കുവയ്ക്കൂ. IPL 2026 ഇതുപോലുള്ള ആവേശകരവും ഉള്ളറകൾ തുറന്നുകാട്ടുന്നതുമായ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.